അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരന്മാരെ, ഇനി ജബ്ബാർ മാഷ് പറയാനുള്ളത് ഖിബ്ല എന്നത് യഹൂദന്മാരിൽ നിന്ന് കൈക്കൊണ്ടിട്ടുള്ളതാണ്, സ്വീകരിച്ചിട്ടുള്ളതാണ്. അതും അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള അബദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ ഖിബ്ല എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ആദ്യഘട്ടത്തിലെ, അതായത് ആദം നബി അലൈഹി സ്വലാം മുതൽക്കുള്ളൊരു സംഗതിയാണ്. ഇത് ജൂതന്മാർക്ക് പോലും നിർദ്ദേശിച്ചു കൊടുത്തത് ആരാണ്? അത് അള്ളാഹുവാണ്. പ്രവാചകന്മാരിലൂടെ, മൂസാ നബിയിലൂടെ, ഹാറൂൻ നബിയിലൂടെ. സൂറത്ത് യൂനുസിൽ ആ സംഗതി പറയുന്നുണ്ട്. അള്ളാഹു ഇസ്രായേൽ സമൂഹത്തിന് ഭൂമിയിൽ സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് മൂസക്കും ഹാറൂനും അള്ളാഹു വഹി നൽകി, സന്ദേശം നൽകി. എന്താ സന്ദേശം നൽകിയത്? നിങ്ങൾ നമസ്കരിക്കണം, നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങളുടെ ഖിബ്ലയാക്കി മാറ്റണം. അത് അന്നത്തെ സാഹചര്യത്തിൽ അവർക്കതേ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ട് സ്വന്തം ഭവനങ്ങളെ തന്നെ ഖിബ്ലയാക്കി മാറ്റാൻ നിർദ്ദേശിക്കുക എന്നുള്ളതാണ് അന്ന് ചെയ്തിട്ടുള്ളത്. അതേ അവസരം മസ്ജിദുൽ അഖ്സ, അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാം, ഇതൊക്കെ അള്ളാഹു നേരത്തെ തന്നെ ഈ രീതിയിൽ സംവിധാനിക്കാൻ വേണ്ടി അവൻ്റെ പ്രവാചകന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ള ഭവനങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പണിതുയർത്തുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നുള്ളത്? ഇബ്രാഹിമിന് അള്ളാഹു പറഞ്ഞു കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ മസ്ജിദുൽ അഖ്സയുടെ കാര്യവും. അപ്പോൾ ഈ പള്ളികളെ അള്ളാഹു ഖിബ്ലയാക്കി മാറ്റിയിട്ടുള്ളത് അത് ജൂതന്മാരെ ചെയ്തതിൻ്റെ പേരിൽ അവരിൽ നിന്ന് കടമെടുത്തുകൊണ്ടല്ലാന്നും അത് അള്ളാഹു നിർദ്ദേശിച്ചതനുസരിച്ചാണ് എന്നും ജൂതന്മാർക്ക് പോലും ഇതിലന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അന്ന് ഏതെങ്കിലും ഒരു ജൂതൻ പറഞ്ഞോ, മുഹമ്മദ് ഈ ഖിബ്ലയൊക്കെ ഞങ്ങളിൽ നിന്ന് കണ്ടെടുത്തതിൽ ഏതെങ്കിലും ജൂതൻ പറഞ്ഞിട്ടില്ല, ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരൊക്കെ അന്നേ അംഗീകരിച്ചു പോരുന്നതാണ് ഖിബ്ല എന്ന് പറയുന്ന സംഗതി. ആ ഖിബ്ലയെ അള്ളാഹു തന്നെ നിശ്ചയിച്ചു കൊടുത്തു. അത് പിന്നെ എങ്ങോട്ടാണ് തിരിയേണ്ടത്, ഏതാണ് ഖിബ്ല ആക്കേണ്ടത്, അത് മസ്ജിദുൽ അഖ്സയാണോ മസ്ജിദുൽ ഹറാമാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. അതനുസരിച്ച് അള്ളാഹു തീരുമാനിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് മുസ്ലിങ്ങളും മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ജൂതന്മാർ നിർദ്ദേശിച്ചു കൊടുത്തതോ ജൂതന്മാരിൽ നിന്ന് കടമെടുത്തതോ ഒന്നും അല്ലത്. എന്ന് മാത്രമല്ല, ഇവിടെ പ്രവാചക ശൃംഖല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ട് അവർ എന്തെങ്കിലും അവർക്ക് തോന്നിയത് പറയുന്ന രീതിയല്ല പ്രവാചകന്മാരുടേതെന്നുള്ളത്. ഏത് ബുദ്ധിയുള്ള നേരെ ചൊവ്വേ ചിന്തിക്കുന്ന ഏത് മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയും. ജബ്ബാർ മാഷ് പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് അവരുടെ കുബുദ്ധിയുടെ കാരണത്താലാണെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ജൂതന്മാരിൽ നിന്ന് കണ്ടെടുത്തതല്ല, അത് അള്ളാഹു തന്നെ നിർദ്ദേശിച്ചു കൊടുത്തതാണ്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു വലിയ പൊട്ടത്തരം എന്താണ്? മുഹമ്മദ് മദീനയിൽ വെച്ചിട്ട് ഇല്ലാത്തൊരു ഭവനത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു എന്നാണ്. ഇത് ഇയാളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? ഏറ്റവും ചുരുങ്ങിയത് ലോകത്ത് എന്നും നിലനിൽക്കുന്ന, നബിയുടെ കാലത്തും അതിൻ്റെ മുമ്പും നിലനിന്നു പോന്നിട്ടുള്ള ഒരു ഭവനമാണ്, മസ്ജിദാണ്, പള്ളിയാണ് മസ്ജിദുൽ അഖ്സ എന്നുള്ളത്. ആ മസ്ജിദുൽ അഖ്സ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഈ മസ്ജിദുൽ അഖ്സ ഏറ്റെടുത്തിട്ടാണ് അവിടെ സമാധാനം ഉണ്ടാക്കിയിട്ടുള്ളവരല്ലെങ്കിൽ അവിടുത്തെ ക്രിസ്തീയ സമൂഹമായിട്ട് സന്ധി ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ. ഇതിനെപ്പറ്റിയാണ് ഇയാൾ പറഞ്ഞത് ഇല്ലാത്തൊരു ഭവനത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു. അതൊക്കെ പോട്ടെ, ഇന്ന് നമ്മളെ പത്രങ്ങളിൽ നിത്യേന എന്നോണം വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഗസയിലും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച്. ഇതിൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് പരാമർശ വിധേയമല്ലേ? ഈ മാഷക്കതൊന്നും അറിയില്ല. അപ്പോൾ എന്ത് പൊട്ടത്തരം വിളിച്ചു പറയാം, എന്നിട്ട് ഖുർആനെ വിമർശിക്കുക, ഖണ്ഡിക്കുക, എന്നിട്ട് ഖുർആൻ മുഹമ്മദിൻ്റെ സൃഷ്ടിയാണെന്ന് പറയാം. ഇതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇയാൾക്ക് തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്നതിൽ യാതൊരു ബോധ്യവുമില്ല. പിന്നെ എന്തെങ്കിലും പണിയെടുക്കണ്ടേ, അത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അയാളുടെ ഈ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് കയ്യടിക്കാൻ കുറച്ച് ആളുകളെയും കിട്ടിയാൽ പിന്നെ എന്തും ആവാലോ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ജബ്ബാർ മാഷ് ചരിത്ര വസ്തുതകളെങ്കിലും നിഷേധിക്കരുത് എന്നാണ് നമ്മൾക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. ഖിബ്ലയുടെ കാര്യം എന്ന് പറഞ്ഞത് അത് എല്ലാ പ്രവാചകന്മാരും കൈക്കൊണ്ടിട്ടുള്ളൊരു സംഗതിയാണ്. അതിൻ്റെ തുടർച്ച എന്നുള്ളവർക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖിബ്ല സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ജീവിക്കുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അഭിമുഖ കേന്ദ്രം ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ അനിവാര്യമായിട്ടൊരു തേട്ടം. അപ്പോഴാണ് അവരുടെ ഐക്യവും ഏകത്വവും ഒക്കെ നിലനിൽക്കുക എന്നുള്ളത് ഒക്കെ ഇതിൻ്റെ ഉദ്ദേശ്യമാണ്. ആ അടിസ്ഥാനത്തിലാണ് ഈ ഖിബ്ല നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്.
ഇനി ഇയാൾ പറഞ്ഞ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കണ്ടെടുത്താണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ ബുദ്ധിമാനായിരുന്നു എന്ന് അംഗീകരിക്കാണല്ലോ ഇയാൾ ചെയ്യണത്. അപ്പോൾ അതും ഇയാൾ ഈ പറയുന്ന ചപ്പടാച്ചികൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാം, എന്നിട്ട് ഖുർആനെ കണ്ണിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ മാഷ് പോലുള്ളവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത.